അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ അടയാളങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? അള്ളാഹുവിനെ എങ്ങനെയാണ് ഭയപ്പെടേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടേണ്ടത്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് അള്ളാഹു കാരുണ്യവാനാണ്, സ്നേഹവാനാണ്, അടിമകളെ സ്നേഹിക്കുന്നവനാണ് എന്നാണ്. പിന്നെ എന്തിനാണ് ഇത്രയും സ്നേഹമുള്ള റബ്ബിനെ നാം ഭയപ്പെടുന്നത്? മഹാന്മാർ മറുപടി പറയുന്നുണ്ട്. നമ്മുടെ ബാപ്പയെ, നമ്മുടെ ഉപ്പയെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? എങ്ങനെയാണ് ഭയപ്പെടുന്നത്? എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? ഒരു മനുഷ്യനോട്, നമ്മുടെ ഉപ്പയോട് ഒരേ സമയത്ത് തന്നെ 3 തരത്തിലുള്ള വൈകാരികമായ ബന്ധം, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അതോടൊപ്പം തന്നെ ഭയവും നിലനിൽക്കുന്നുണ്ട്. മഹാന്മാരെ പഠിപ്പിച്ചത് ഉപ്പയെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹം വേണം, ഭയം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന, നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മയൊക്കെ പടച്ച് നമുക്ക് വേണ്ടതെല്ലാം നൽകി സ്നേഹിച്ച് പരിപാലിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കേണ്ടത് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മൾ ഇന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അവരുടെ അടയാളങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങൾ വളരെ മോശമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് അലാമത്തുൽ ഖാശിഈന മിനല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ അടയാളങ്ങൾ. ഒന്നാമത്തത് അൽ ഖശിയത്തു ഫിസ്സിരി എന്നതാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും റബ്ബിനെ ഭയപ്പെടണം. 4 ആൾ കാണുമ്പോൾ നിസ്കരിക്കുന്നതും, 4 ആൾ കാണുമ്പോൾ ആരാധനകൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ എന്ന ഭയത്താൽ ഔറത്ത് മറക്കുന്നതും, ആരും കാണാനില്ലാത്ത സമയത്ത് തൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ നാട്ടുകാരും കാണാനില്ല, ഉമ്മയും ബാപ്പയില്ല, കുറ്റം പറയാൻ ആരുമില്ല, ആ സമയത്ത് തോന്നിയതുപോലെ വസ്ത്രം ധരിക്കുകയും നിസ്കാരമില്ലാതിരിക്കുകയും ചെയ്യുന്നത് റബ്ബിനെ ഭയപ്പെട്ടത് കൊണ്ടല്ല, അത് നാട്ടുകാരെ ഭയപ്പെട്ടത് കൊണ്ടാണ്. അത്തരക്കാരെ കുറിച്ചല്ല പറയുന്നത്. ഏത് രഹസ്യത്തിലാണെങ്കിലും, ആരും കാണാനില്ലെങ്കിലും, ഒറ്റക്കാണെങ്കിൽ പോലും ഒരു തിന്മയും ചെയ്യാതെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ, ആ ഭയമാണ്. ഞാൻ ചെയ്യുന്ന തെറ്റ് എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് അറിയാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ റബ്ബിനെ ഭയപ്പെടേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം തർക്കുൽ മആസി, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. മദ്യം കഴിക്കാതിരിക്കുന്നത് കരൾ രോഗം വരുമെന്ന് പേടിച്ചിട്ടാണോ? മദ്യം കഴിക്കാതിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുമെന്ന് ഭയന്നത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് റബ്ബിനോടുള്ള സ്നേഹമല്ല, അത് റബ്ബിനെ ഭയന്നിട്ടുമല്ല, അത് ഗവൺമെൻറ്റിനെ പേടിച്ചിട്ടാ, അത് ഫൈന് പേടിച്ചിട്ടാ. എന്നാൽ മദ്യം കഴിക്കാതിരിക്കുന്നത് ഒരാളെയും കാണിക്കാൻ വേണ്ടിയും ഒരാളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമല്ല. എൻ്റെ റബ്ബ്, എൻ്റെ അല്ലാഹ് നിയമമാണ്, റബ്ബിൻ്റെ നിയമമാണ്. ഒരിക്കലും ഒരു തുള്ളി മദ്യം പോലും ഞാൻ കഴിക്കുകയില്ല എന്നൊരു വിശ്വാസി എടുക്കുന്ന തീരുമാനമാണ് അള്ളാഹുവിനോടുള്ള ഭയം. ഇനി മൂന്നാമത്തത് അൽ ഖുശൂഉ ഫിസ്സലാത്തി, നിസ്കാരത്തിലുള്ള ഭക്തിയാണ്. പടച്ചോന് 5 വക്ത് നിസ്കാരം നിർബന്ധാക്കിയിട്ടുണ്ട്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും 5 വക്തും ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഒരു കടമ തീർക്കാൻ വേണ്ടിയിട്ടേ രാവിലെ പഞ്ച് ചെയ്യുന്നു, വൈകുന്നേരത്ത് പഞ്ച് ചെയ്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് പോലെ മറ്റുള്ള ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നിസ്കാരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഫർദ് വീടുമെന്ന് മാത്രമേ ആവുള്ളൂ. നിസ്കാരം നിർബന്ധമാക്കിയ പ്രപഞ്ചനാഥനായ റബ്ബിനോടുള്ള മഹബ്ബത്ത് അതിൽ വരുന്നില്ല. നമ്മൾ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? രാജാക്കന്മാരുടെ രാജാവായ റബ്ബിൻ്റെ മുമ്പിൽ. അപ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നിന്നൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഒരു ഭക്തിയും ഒരു ഭയവും ഒരു പേടിയും ഒക്കെ നമുക്ക് വേണം. അത് അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല, ഒരു വലിയ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന വിനയത്തിൽ നിന്ന് വരുന്ന എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അള്ളാഹു എന്ത് വിചാരിക്കും, എൻ്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും ചിന്ത മറ്റുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ പടച്ചോൻ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക എന്നാലോചിച്ചിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ ഭക്തിയോടെ റബ്ബിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു വെച്ച്
നിസ്കരിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം ദിക്റുല്ലാഹി ദായിമ, എല്ലാ സമയത്തും റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്നത്, റബ്ബിനോടുള്ള ഭയമാണ്. ഇത് നമ്മൾ പറയുന്നത് റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു എന്നെ നരകത്തിലിടും എന്നുള്ളത് കൊണ്ടല്ല. എപ്പോഴും 24 മണിക്കൂറിലും ദിക്റ് ചൊല്ലണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. എങ്കിലും കഴിയുന്ന സമയത്തൊക്കെ ദിക്റ് ചൊല്ലുന്നുണ്ടെങ്കിൽ അത് പടച്ചോനോടുള്ള സ്നേഹമാണ്. ഞാൻ ഏതെങ്കിലും ഒരു നിമിഷം എൻ്റെ റബ്ബിനെ മറന്നുപോയാൽ എൻ്റെ രാജാവായ, എൻ്റെ റഹ്മാനായ, കാരുണ്യനിധിയായ അള്ളാഹുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം, അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോകുമോ എന്നുള്ള ഭയം. അതാണ് നമ്മൾ പറഞ്ഞത് ദിക്റുൻ ദായിമുൻ, എപ്പോഴും റബ്ബിനെ കുറിച്ച് ഓർക്കുന്ന മനസ്സ്. ഇനി അഞ്ചാമത്തതാണ് അൽ മുബാദറത്തു ഇല തൗബ, പെട്ടെന്ന് തൗബ ചെയ്യാം. ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നുപോയി, നാവിൽ നിന്ന് വന്നുപോയി, അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹറാമിലേക്ക് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അടച്ചോനെ ആ വൃത്തികെട്ട കാര്യം, അരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു പോയല്ല അല്ലാ, പറ്റിപ്പോയി റഹ്മാനെ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്ന് തൗബ കൊണ്ട് പടച്ചോനോട് പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ഹറാമ് ചെയ്തു പോയതിൻ്റെ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയിട്ട്, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുറച്ചു നേരം ദിക്റ് ചൊല്ലിയിട്ട് അല്ലാഹ് സംഭവിച്ചു പോയി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാർ പറയുന്ന യഥാർത്ഥ മനുഷ്യൻ, അവൻ തൗബ പെട്ടെന്ന് കൊണ്ടുവരും. ഇത് റബ്ബ് നരകത്തിലെറിയുമെന്നുള്ള ഭയമല്ല, ഞാൻ ചെയ്തു പോയ തെറ്റ് എൻ്റെ രക്ഷിതാവ് അറിഞ്ഞല്ലോ, അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ട ഭയം. അല്ലേ? ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ വീട്ടിൽ ഉമ്മാനോട് പറയേ അല്ലെങ്കിൽ വാപ്പാനോട് പറയുകയോ ചെയ്യുമ്പോൾ കുട്ടികൾ പറയും വേണ്ട, വീട്ടിൽ പറയണ്ട, അത് വീട്ടുകാർ ശിക്ഷിക്കുമെന്നുള്ളത് മാത്രമല്ല അവരുടെ ഭയം, എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തുള്ള ആ ഒരു വ്യക്തിത്വം, ആ ഒരു അഭിമാനം അത് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഒരു വിശ്വാസി എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങും. ഇനി ആറാമത്തെ കാര്യം അത്തവാളുഉ വതർക്കുൽ കിബർ, വിനയാന്വിതനായി, അഹങ്കാരം ലവലേശം മനസ്സിലില്ലാതെ, ഒന്നും അള്ളാഹുവിൻ്റെ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കാതെ ഒരു വ്യക്തിയുടെ മുമ്പിലോ ഒരു വസ്തുവിൻ്റെ മുമ്പിലോ തൻ്റെ അഹങ്കാരം കാണിക്കാതെ, അഹങ്കാരത്തിനുള്ള അധികാരം റബ്ബിന് മാത്രമാണുള്ളത്, ഞാനൊന്നുമല്ല, റബ്ബിൻ്റെ വായു ശ്വസിച്ച് അവൻ നൽകുന്ന ഭക്ഷണം കഴിച്ച് ഒരു നിമിഷം എൻ്റെ ഹൃദയം നിന്നുപോയാൽ, എൻ്റെ രക്തധമനികളിൽ ഏതെങ്കിലും ഒന്ന് നിശ്ചലമായാൽ ഞാനൊന്നുമല്ല, ഓരോ നിമിഷവും എന്നെ താങ്ങി നിർത്തുന്നത് പടച്ച തമ്പുരാനാണ്. ഞാനൊരടിമയെക്കാളും ഉന്നതനല്ല, ഞാൻ എൻ്റെ അയൽവാസിയെക്കാളും ഉന്നതനല്ല, ഞാൻ ആരെക്കാളും ഇബാദത്ത് ചെയ്യുന്നവനല്ല, ആരെക്കാളും സമ്പന്നനല്ല, ഞാൻ ആരെക്കാളും സൗന്ദര്യമുള്ളവനല്ല, ഞാൻ ഒരു കാര്യത്തിലും ഒരഹങ്കാരവുമില്ലാതെ ഒക്കെ എല്ലാ കാര്യങ്ങളും പടച്ചോൻ തന്നതാണ് എന്നൊരു ചിന്തയിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഭയമാണ് വേണ്ടത്, തവാളുഉ വതർക്കുൽ കിബർ. ഇനി ഏഴാമത്തത് ത്വലബുൽ ഹലാൽ, ഹലാൽ അന്വേഷിച്ചു പോവുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ ഇതാര് തന്നതാണെങ്കിലും ഹലാലായ ഭക്ഷണമാണോ, പടച്ചോൻ കഴിക്കാൻ പറഞ്ഞ ഭക്ഷണമാണോ? അല്ലേ? ഒരു വിശ്വാസി അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഹറാമായ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ രാജാവ്, എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹ് എന്നോട് വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യമാണല്ലോ, ഞാനിതെങ്ങനെ ചെയ്യാം? എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഈ ഭക്ഷണം ഞാൻ എങ്ങനെ കഴിക്കും? ഇത് റബ്ബ് ഹറാമാക്കിയ ഭക്ഷണമല്ലേ, ഈ 100 രൂപ, ഈ 1000 രൂപ ഞാൻ എങ്ങനെ വാങ്ങും? ഇത് പലിശയുടെ മുതലല്ലേ, എൻ്റെ റബ്ബ് വാങ്ങരുത് എന്ന് പറഞ്ഞതല്ലേ. ഇതാണ് ഒരു വിശ്വാസിക്ക് റബ്ബിനോടുണ്ടായിരിക്കേണ്ട ഭയം. ഇനി 8 അത്തവക്കുലു അലല്ലാഹ്, എക്സ്ട്രീം ലെവൽ, പടച്ചവനോടുള്ള സ്നേഹത്തിൻ്റെ ഭയത്തിൻ്റെ അങ്ങേയറ്റം. എന്നെക്കൊണ്ട് ഒന്നിനും കഴിയൂല. വിനയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക എന്നുള്ളത്. പടച്ചോൻ തന്ന ആരോഗ്യമാണ്, പടച്ചവൻ തന്ന ആയുസ്സാണ്, പടച്ചവൻ തന്ന സമ്പത്താണ്. ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലാ, ബാക്കിയൊക്കെ നീ നോക്കണേ അല്ലാ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ അല്ലാ, എല്ലാം നടത്തിത്തരുന്നത് നീയാണ്. ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ തളികയിൽ നിന്ന് ഒരു ഉരുള എൻ്റെ വായിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ചലനങ്ങളും ആ ദഹിക്കാനുള്ള എൻ്റെ വയറ്റിലെ രസങ്ങളും ആ ദഹന പ്രക്രിയ നടത്തിത്തരുന്നതും പടച്ചോനാണ്. ഒരു തുള്ളി വെള്ളം എൻ്റെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഇറക്കിത്തരുന്നതാണ്.
അങ്ങനെ ആ വിനയത്തിൽ നിന്ന് വരുന്നൊരു തവക്കലുണ്ടല്ലോ, പഠിച്ചോൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ നിന്നിലേക്ക് ബലമേൽപ്പിക്കുന്നു, ഇനി നീ ചെയ്യുക, നിന്നെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, എന്നെക്കൊണ്ട് ഒരു ഉരുള ഭക്ഷണം പോലും കഴിക്കാൻ കഴിയില്ല, എൻ്റെ കഴിവ് കൊണ്ടൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ എനിക്ക് കഴിയില്ല. ഇതാണൊരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ചിന്ത. പ്രിയമുള്ളവരെ, പടച്ചവനെ നാം ഭയപ്പെടേണ്ടത് ഒരു ഭീകരനായ രാക്ഷസനായിട്ടല്ല, നരകത്തിലേക്ക് എറിയുന്ന തമ്പുരാനായിട്ടല്ല. അതൊക്കെ തിന്മകളിൽ ആറാടിയവരോട് പരിശുദ്ധ ഇസ്ലാം പറയുന്നതാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൽ നിന്നുണ്ടാകേണ്ട, സ്നേഹത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് ഭയം. വെറും ഭയം മാത്രമല്ല, പടച്ചോനെ പേടിച്ചിട്ടല്ല നിസ്കരിക്കേണ്ടത്. ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും? ആ ഭയമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ സ്നേഹിക്കാൻ, റബ്ബിനെ ഇഷ്ടപ്പെടാൻ, മരിക്കുന്നതുവരെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരണപ്പെട്ട് നാളെ പാരത്രീക ലോകത്ത് സ്വർഗത്തിൽ വെച്ച് വിശ്വാസികളായ ആളുകൾക്ക് റബ്ബിൻ്റെ മഹത്തായ ആ മനോഹരമായ പ്രകാശം സ്വർഗീയ ചക്രവാളത്തിൽ പ്രകടമാകുമ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞ് റബ്ബിനെ കാണാൻ, അതാണൊരു വിശ്വാസി, റബ്ബിനെ സ്നേഹിക്കുന്ന വിശ്വാസി പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.